ഇവിടെ ഉണ്ടായിരുന്ന കല്ലുകളിലൊക്കെ വലിയ തരത്തിലുള്ള ലോഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്. കാരണം ബെല്ലാരി അടക്കമുള്ള മേഖലകൾ ഇതിനടുത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പാറക്കെട്ടുകൾ ഈ ലോക സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള GPR പരിശോധനയിലൊക്കെ ഇത്തരത്തിലുള്ള സിഗ്നലുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കല്ലുകളിൽ തട്ടിയൊക്കെ ഈ ലോഹത്തിൻ്റെ സാന്നിധ്യം വ്യക്തമാകുന്ന തരത്തിലുള്ള സിഗ്നലുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് നമുക്ക് ഈ കല്ലുകളൊക്കെ നോക്കിയാൽ കാണാം, ഇതൊരു ഏതാണ്ട് ഇരുമ്പ് ചീളുകൾ പോലെയുള്ള കല്ലുകളാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാകുന്നത് ഇത് ഇരുമ്പിൻ്റെ ശബ്ദം തന്നെ കേൾക്കാൻ കഴിയുന്ന തരത്തിലുള്ള കല്ലുകളാണ്. ഇത്തരത്തിലുള്ള കല്ലുകൾ വലിയ തരത്തിലുള്ള പാറക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ ഈ GPR പരിശോധനയിലൊക്കെ അത് തെറ്റായുള്ള സിഗ്നലുകൾ നൽകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സിഗ്നലുകളായിരിക്കും ഒരു പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ ലഭിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ ഇപ്പോൾ നാവിക സംഘം സോണാർ പരിശോധന നടത്തിയിട്ടുണ്ട്. അതിൽ സോണാർ പരിശോധനയിൽ വളരെ കൃത്യമായി തന്നെ 3 സ്പോട്ടുകളാണ് അവർ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് ആദ്യം നടത്തിയിരിക്കുന്ന നടത്തിയിരിക്കുന്ന പരിശോധനയിൽ നിന്ന് ഏതാണ്ട് ഒരു സ്പോട്ട് 10 മീറ്ററോളം മാറി നിൽക്കുന്നതായി കാണുന്നുണ്ട്. ബാക്കി എല്ലാ സ്പോട്ടുകളും അതേ നിരയിൽ തന്നെ ഇപ്പോൾ തുടരുകയും ചെയ്യുന്നത്. അതായത് നദിയിലെ ഒഴുക്ക് കുറഞ്ഞതിന് ശേഷം ഇതിന് വലിയ തരത്തിലുള്ള സ്ഥാനചലനം ഉണ്ടായിട്ടില്ല. ഒരു വസ്തുവിനൊഴിച്ച് ബാക്കിയുള്ള വസ്തുക്കൾക്കൊന്നും വലിയ തരത്തിലുള്ള സ്ഥാനചലനം ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ വളരെ നേരത്തെ സ്പോട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ പരിശോധന നടത്തുകയാണെങ്കിൽ അവിടെ വ്യക്തമായി തന്നെ ഈ ട്രക്കും അതോടൊപ്പം തന്നെ ടാങ്കറിൻ്റെയൊക്കെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയും. അതോടൊപ്പം തന്നെ ടവർ അടക്കമുള്ള സാധനങ്ങൾ ഇവിടെ കണ്ടെത്താൻ കഴിയും. പക്ഷേ അവിടെ ആ സ്പോട്ടിലേക്ക് എത്തിച്ചുള്ള ഒരു പരിശോധനയാണ് നടത്തേണ്ടത്. ആ പരിശോധനയ്ക്ക് ഇപ്പോഴും സാധ്യമായിട്ടില്ല. കാരണം 5 മണിയോട് കൂടി മാത്രമാണ് ഇന്ന് രാവിലെ 4 മണിയോട് കൂടി മാത്രമാണ് ഇന്ന് പരിശോധന നടത്താൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ ഈ വെയിൽ താഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ ദൂരത്തേക്ക് പോയി പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ വളരെ പോസിറ്റീവായുള്ള ചില സിഗ്നലുകളും ചില റിസൾട്ടുകളും കിട്ടി എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ നടത്തുന്ന പരിശോധനയിൽ, പ്രത്യേകിച്ച് വെയിൽവെട്ടത്തിൽ നടത്തുന്ന പരിശോധനയിൽ കൂടുതൽ സാധനങ്ങൾ കണ്ടെത്താൻ കഴിയും. അത് നദിയുടെ അടിത്തട്ടിൽ അത്തരത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തെരച്ചിലില്ല. പാറക്കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള ചളിയൊക്കെ ഉണ്ടെങ്കിൽ പോലും പരിശോധന നടത്താൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നാണ് ഈശ്വർ മാൽപ്പെ അല്പസമയങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാവിലെ വളരെ വേഗത്തിൽ തന്നെ തെരച്ചിൽ നടത്താനും അതോടൊപ്പം തന്നെ ഈ ട്രക്കിലേക്ക് എത്താനും കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, തെരച്ചിൽ നടത്തിയതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ അഭിലാഷ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, ഈ സാധനങ്ങൾ കണ്ടെടുത്തത് എത്ര ആഴത്തിൽ നിന്നാണ്? ഇപ്പോൾ ഈ ഈശ്വരന്മാർപ്പോഴും നമ്മൾ ചോദിച്ചപ്പോൾ ഏതാണ്ട് 10 മീറ്റർ അകലെ നിന്ന് ഏതാണ്ട് ഒരു 5 മീറ്റർ മാത്രം താഴ്ചയിലാണ് ഈ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ്. കാരണം പുഴയുടെ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഭാഗത്താണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് പുഴയുടെ സാധാരണഗതിയിൽ മധ്യഭാഗത്തേക്കായിരിക്കും പുഴയുടെ ഈ ആഴം കൂടുതലുള്ളത്. ആ ഭാഗത്താണ് ഈ ട്രക്ക് അടക്കമുള്ള സാധനങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നത്. പക്ഷേ നദിക്കരയിലേക്ക് വരുമ്പോൾ ആഴം കുറയാനുള്ള സാധ്യതയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഒരു 5-6 മീറ്ററോളം താഴ്ചയിൽ മാത്രമുള്ള സ്ഥലത്ത് വെച്ചാണ് ഇപ്പോൾ ഇത് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ഈശ്വർ മാൽപ്പെ പറഞ്ഞത്. ഏതാണ്ട് 10 മീറ്ററോളം ദൂരെ, ഏതാണ്ട് 25-30 അടിയോളം അകലത്തിൽ നിന്നാണ് ഈ വസ്തു ഈ ജാക്കി കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് 5 മീറ്ററോളം ഉൾവശത്തായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത് അധികം ദൂരോട്ടല്ലാത്ത മേഖലയിൽ പോയി ഈ മണ്ണിനൊപ്പം തന്നെ, അതായത് ഈ മലയിടിഞ്ഞ് വന്നിരിക്കുന്ന മണ്ണ് മധ്യഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ അതിൻ്റെ അവിടേക്ക് എത്താത്ത കുറേ മണ്ണുണ്ട്, ആ പാറക്കല്ലുകളുണ്ട്, ചെളികളുണ്ട്. ആ ചളിക്കൊപ്പം ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനിയും കൂടുതൽ ദൂരത്തേക്ക് 60-70 മീറ്ററോളം ദൂരം ഉണ്ട് ഈ മൺതിട്ടകൾ രൂപപ്പെട്ട സ്ഥലത്തേക്ക്. അവിടേക്കും ഇത്തരത്തിൽ ഈ പാറക്കെട്ടുകളും മണ്ണും ചളിയും ഒക്കെ നിൽക്കുന്നുണ്ട്. ആ ഭാഗത്ത് കൂടി വേണം നാളെ പരിശോധന നടത്താൻ. അവിടെ ഈ സാങ്കേതികമായുള്ള പരിശോധനകൾക്കൊപ്പം തന്നെ അവിടെ തന്നെ എത്തി മുങ്ങൽ വിദഗ്ധർ എത്തി പരിശോധിക്കുകയും അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യണം. ആ ഒരു ദൗത്യമാണ് നാളെ രാവിലെ തന്നെ നടത്തേണ്ടത്. അത് രാവിലെ 8:30 കൂടി തന്നെ ആരംഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഷിരൂർ ദൗത്യം, അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം വളരെ പെട്ടെന്ന് തന്നെ പുരോഗമിക്കുകയും അതോടൊപ്പം തന്നെ അതിനൊരു റിസൾട്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിന് നാളെ രാവിലെ 8:30 വരെ നമ്മൾ കാത്തിരിക്കേണ്ടിയും വരും.